ഹലോ, ജുബീസ് ഫ്യൂഷനിലേക്ക് വീണ്ടും സ്വാഗതം. പച്ചവട്ടാന വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ? 2 തക്കാളി അരിഞ്ഞതും, ഒരു വലിയ സവാള അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളിയും 5-6 പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചത്. ഇത് ഒരുപാട് ചെറുതായിട്ട് അരിയണോ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരിക്കാൻ പോവാണ്. നമ്മളിനിയിപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ മൈക്രോവേവ് വീട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് പച്ചബട്ടാണ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചാൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കുന്നത് ഇവിടെ. ഇപ്പം നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാളയും ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നല്ലതുപോലെ വഴന്നതിന് ശേഷം ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. തക്കാളിയും സവാളയൊക്കെ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടണം. ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കൈപ്പിടി അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സി അടച്ച് വെച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. നല്ലതുപോലെ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടി തന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒന്നും കൂടി ഒന്ന് ഈ ഒരു സമയത്ത് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സവാളയും കൂടെ ഇതെല്ലാം കൂടെ വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കുറച്ചേ നമ്മൾ ആദ്യം ചേർത്തോളൂ. ബാക്കിയുള്ളത് നമ്മളിപ്പം ചേർക്കുവാണ്. ഇപ്പം ചേർത്തൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കഴുകി എടുത്ത് ഒഴിക്കാവുന്നതാണ്. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്ത് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുത്ത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെച്ച് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വട്ടാനയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വട്ടാന നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. വട്ടാന ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വട്ടാന വേകാനായിട്ട്. നമുക്ക് കറിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം നമ്മൾ വട്ടാന വേവാനായിട്ട് വയ്ക്കാം. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളയ്ക്കുന്ന വരെ നോക്കി വയ്ക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് ചേർക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. വട്ടാന നമ്മൾ വെന്തിട്ടുണ്ടോ നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് വട്ടാന. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ നോക്കി വെച്ചും അതിനനുസരിച്ച് മാറ്റം വരുത്തി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇനിയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ചെന്ന് കാണുക, ലൈക്ക് ചെയ്യുക.